എനിക്ക് ഡിജിറ്റൽ ആർട്ടായിട്ടുള്ള ബന്ധം വളരെ കുറവാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് വെച്ചാൽ, ഡിജിറ്റൽ ആർട്ട് ഞാൻ ആദ്യം കണ്ട് കുറച്ച് വിസ്മയത്തിൽ പെടുന്നത് സംഭവം എന്ന് വെച്ചാൽ, സ്പീൽബർഗിൻ്റെ ഒരു സിനിമ കണ്ടിട്ടാണ്, ജുറാസിക് പാർക്ക് എന്ന സിനിമ. അതാണ് ഡിജിറ്റൽ ആർട്ടിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര വിസ്മയിപ്പിച്ചിട്ടുള്ളൊരു. പിന്നെ എനിക്ക് പൊതുവെ ഞാൻ മറ്റ് ഡിജിറ്റൽ ആർട്ടുകൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സായിട്ടുള്ള കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ അവരുടെ വർക്കുകളൊക്കെ കാണുമ്പോഴൊക്കെ എനിക്കൊരു അർദ്ധമനസ്സോട് കൂട്ടിയിട്ട് ഞാൻ നോക്കാറുള്ളൂ. ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ണുറന്ന് നോക്കുന്നൊരു എന്തോ ഒരു നമ്മുടെ ഉള്ളിലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിൽ. ഇവിടെ വരുമ്പോഴും ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ഷിഹാബായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇത് തോന്നി. കാരണം ഒരു ഡിജിറ്റൽ ആർട്ടിൽ ഡിജിറ്റൽ ഒരു ഇത് വെച്ചിട്ട്, ഒരു കൊളാഷുകൾ വെച്ചിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഭൂപ്രദേശങ്ങളും അതേസമയം തന്നെ ഭൂപ്രദേശങ്ങൾക്ക് സംഭവിക്കുന്ന ഭയങ്കരമായിട്ടുള്ള നാശങ്ങളും ഇത്തരം കാര്യങ്ങൾ, അതായത് ഒരു സമയം തന്നെ ഇപ്പം എൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരു ചിത്രം വെച്ചാൽ വളരെ സെറീനായിട്ടുള്ള ഒരു പ്രത്യേക ഭൂപ്രദേശം ആൾ കാണിക്കുന്നു. വെള്ളം ചെറിയ ഇതൊക്കെ ആയിട്ട്, കുളവാഴയും ഇതൊക്കെ ആയിട്ട്. എൻ്റെ പുറകിലിരിക്കുന്ന വെച്ചാൽ ആ പ്രദേശം തന്നെ വളരെ ഫയറിൽ കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ കൂടെ ഭൂപ്രദേശങ്ങൾ കാണുന്ന ഒരു കാഴ്ച റാസിക്ക് ഉണ്ട്. അത് റാസിയുടെ ഒരു കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ചിത്രകലയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ചിത്രകല നടക്കുന്ന വെച്ചാൽ വൻതോതിൽ ഭൂപ്രദേശങ്ങൾ വരയ്ക്കുന്നൊരു ഇതിലേക്ക് ആൾക്കാർ മൊത്തം മാറിക്കഴിഞ്ഞോ. അതിൻ്റെ ഒരു എലമെൻ്റ് ഇവിടെയും വന്നിട്ടുണ്ട്. ഒരു ഭൂപ്രദേശങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നൊരിത് വന്നിട്ടുണ്ട്. പക്ഷേ ഭൂപ്രദേശങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു നാശത്തിൻ്റെയും ഇതായിട്ടുള്ളൊരു വേറൊരു ഘടകം കൂടിയിട്ട് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് റാസിക്ക് പറ്റിയിട്ടുണ്ട്.